ഹായ്, ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ്, പാക് ഹാഡ് നോട്ട് റിസോർട്ടഡ് ടു ന്യൂക്ലിയർ സിഗ്നലിംഗ് സെന്റർ എന്ന് പറയുന്ന ന്യൂസ് ആണ്. അവിടെയൊന്നും വലുതായിട്ടൊന്നും പറയാനില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. പാർലമെന്റിൽ ഒരുപാട് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ട്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസിൽ റൂളിംഗ് പാർട്ടിയിലെ എം പിമാരും കാണും, ഓപ്പോസിഷൻ പാർട്ടിയിലെ എം പിമാരും കാണും. അപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സിനെ ലീഡ് ചെയ്യുന്ന തന്നെ കോൺഗ്രസ് ലീഡറായ ശശി തരൂരാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സിനെ ലീഡ് ചെയ്യുന്ന കോൺഗ്രസ് ലീഡറായ ശശി തരൂരാണ്. അപ്പൊ അദ്ദേഹത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ വിക്രം മിശ്രി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിയാണ്. അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികളെ കുറിച്ച് ബ്രീഫ് ചെയ്തു. അപ്പൊ അതല്ല വേറെ അവിടെ ഒന്നും പറയാനില്ല. ഓക്കെ, ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിക്രം മിശ്രി, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വിക്രം മിശ്രി, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ് ഹെഡഡ് ബൈ ശശി തരൂരിനെ ബ്രീഫ് ചെയ്തു. അതിൽ പറഞ്ഞ കാര്യങ്ങളാണ്, അവിടെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഫോം SIT ടു പ്രോബ് FIR ഓൺ MP മിനിസ്റ്റേഴ്സ് റിമാർക്ക്, സുപ്രീം കോർട്ട് എന്ന ന്യൂസ്. SIT, വാട്ട് ഈസ് SIT? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ള ഷോർട്ട് ഫോം ആണ്. ഒരു മധ്യപ്രദേശിലെ മിനിസ്റ്റർ കേണൽ സോഫിയ ഖുറേഷി ക്കെതിരെ വളരെ മോശമായിട്ടുള്ള എന്തോ ഒരു പരാമർശമല്ല, ഒരു കമ്മ്യൂണൽ പരാമർശമാണ് നടത്തിയത്. ആ പരാമർശം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല എന്താണെന്ന്. പറയാൻ തന്നെ നാണക്കേടാണ്. അപ്പൊ അത്തരം ഒരു പരാമർശം പുള്ളി നടത്തിയതിന്റെ പേരിൽ പുള്ളിക്കെതിരെ FIR ഇടാൻ മധ്യപ്രദേശ് ഹൈക്കോടതി പറയാണ്, FIR ഇടാൻ. അപ്പൊ ആ FIRൽ തന്നെ ചില പുള്ളിയെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഉണ്ടായിരുന്ന പറഞ്ഞത്. ഇപ്പൊ സുപ്രീം കോടതി ഇപ്പൊ അതിൽ ഇടപെട്ടിട്ട് ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യാൻ പറഞ്ഞേക്കാണ്, ഈ FIRനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ അതാണ് വേറൊരു ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഓർഡർ ടു സർവേ സംഭൽ മോസ്ക് അപ്ഹെൽഡ് ബൈ ഹൈക്കോർട്ട് എന്ന ന്യൂസ് ഉണ്ട്. അത് ഞാൻ അകത്തെ പേജ് വലിയ ന്യൂസ് ഉണ്ട്, അവിടെ പോകുമ്പോൾ പറയാം. സംഭൽ മോസ്ക് UP-യിലാണ്, ഉത്തർപ്രദേശിലാണ്. പിന്നെ ഇവിടെ ട്രംപ് കോൾസ് പുടിൻ സെയ്സ് ട്രൂ സ്റ്റോക്സ് വിൽ ബിഗിൻ ഇമ്മീഡിയറ്റ്ലി. അതും നമുക്കറിയാവുന്ന വിഷയം തന്നെയാണ്. യുക്രൈൻ റഷ്യ വാർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാണ്ട്സ് ടു എൻഡ് Ukraine Russia war quickly. He wants to make a ceasefire agreement between Vladimir Putin and Volodymyr Zelensky, the president of Ukraine. പക്ഷേ പുടിൻ ഇതുവരെയും ഓൺ ബോർഡ് വന്നിട്ടില്ല. കാര്യം ഇപ്പൊ ടർക്കിയയിൽ വെച്ച് ഒരു മീഡിയേഷൻ ടോക്ക് നടന്നായിരുന്നു. US ഒഫീഷ്യൽസും യുക്രൈൻ ഒഫീഷ്യൽസും ഒക്കെ പങ്കെടുത്തെങ്കിലും പുടിൻ പങ്കെടുത്തില്ല അതിൽ. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ടോക്ക് നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് 2 മണിക്കൂർ വ്ളാഡിമിർ പുടിനുമായിട്ട് ഫോണിൽ സംസാരിച്ചെന്നാ പറയുന്നത്. അപ്പൊ അത് ഒരു സീസ് ഫയറിലേക്ക് എത്തിച്ചാൽ കൊള്ളാം. ഏത് യുദ്ധം അവസാനിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയലാണ്. SC agrees to hear arrested academics plea urgently എന്നൊരു ന്യൂസ്. അത് അപ്പൊ ഞാൻ ആ എഡിറ്റോറിയലിലേക്ക് പോകുമ്പോൾ പറയാം. പിന്നെ ഇവിടെ ഫാമേഴ്സ് വിൽ ഗെറ്റ് ഡ്യൂ ഷെയർ ഓഫ് വാട്ടർ ഫ്രം ഇൻഡസ് റിവർ, ചൗഹാൻ അഷ്വേസ് ഫാം ഔട്ട്ഫിറ്റ്സ്. ചൗഹാൻ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ, ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ. ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞേക്കാണ്, ഇൻഡസ് റിവറിൽ നിന്നുള്ള വെള്ളം ഇന്ത്യയിലെ ഫാമേഴ്സിന്, പഞ്ചാബിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും ജമ്മു ആൻഡ് കാശ്മീരിലെയും 4 സ്റ്റേറ്റുകളിലെ ഫാമേഴ്സിനാണ് ഈ വെള്ളം കൊണ്ട് ഗുണം ഉണ്ടാവുന്നത്. അതിന് നമുക്കറിയാം, ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960-ലുണ്ടായ സിന്ധു നദീജല കരാർ അല്ലെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ കെപ്റ്റ് ഇൻ അബയൻസ് ബിക്കോസ് ഓഫ് ദ സപ്പോർട്ട് ഓഫ് ടെററിസം, സപ്പോർട്ട് ഫോർ ടെററിസം ഫ്രം പാകിസ്ഥാൻ ഗവൺമെന്റ്. ബൈ പാകിസ്ഥാൻ ഗവൺമെന്റ്. അപ്പൊ പാകിസ്ഥാൻ ഗവൺമെന്റ് ടെററിസത്തിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ അബയൻസിൽ വെച്ചത്. അപ്പോ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഈ ട്രീറ്റി ഹാഡ് ഗിവൻ അവേ 80% ഓഫ് ദ റിവേഴ്സ് വാട്ടർ ടു പാകിസ്ഥാൻ. ഈ ഇന്ത്യയിലെ നദികളിലെ 6 നദികളിലെ വെള്ളത്തിന്റെ 80%, ഈ 6 നദികൾ അറിയാം. ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ഉള്ള നദികൾ ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, ഇൻഡസ്, ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇൻഡസ്, ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഈ 6 നദികളിലെ വെള്ളം ഷെയർ ചെയ്തപ്പോ മോസ്റ്റ് ജനറസ് വാട്ടർ ട്രീറ്റി ഇൻ ദ വേൾഡ്. അന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഇൻഡസ് വാട്ടർ ട്രീറ്റി ആയിരിക്കും കിട്ടുന്നത്. 80% വെള്ളവും പാകിസ്ഥാൻ കൊടുത്തത് എന്ന് മാത്രമല്ല, അന്ന് 1960-ൽ 83 crores, അതായത് ഇന്നത്തെ 5500 കോടിയുടെ വെർത്തുള്ള പൈസയും നമ്മൾ പാകിസ്ഥാന് കൊടുത്തത്. അപ്പൊ ഇന്ത്യയുടെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിരുന്നുള്ള യാതൊരു ഡൗട്ടും ഇല്ല. ജവഹർലാൽ നെഹ്റു അല്ല ആരുണ്ടാക്കിയതാണെങ്കിലും ദാറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ്
ഇന്ത്യൻ പീപ്പിൾ എസ്പെഷ്യലി ജമ്മു ആൻഡ് കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ പോലുള്ള സ്റ്റേറ്റുകളിലെ ആൾക്കാരുടെ ഇൻട്രസ്റ്റിന് അഗേൻസ്റ്റ് ആയിട്ടായിരുന്നു. അതിപ്പം ഇങ്ങനെയായി. അപ്പൊ എന്തായാലും അതിലെ വെള്ളം ഇവിടുത്തെ ഫാമേഴ്സിന് കിട്ടുന്ന രീതിയിൽ തിരിച്ചുവിടുമെന്നാണ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോയാണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ പൂഞ്ചില് സ്കൂളുകളൊക്കെ റീ ഓപ്പൺ ചെയ്ത്, അതായത് ഷെല്ലിംഗ് മൂലം സ്കൂളുകളൊക്കെ അടച്ചേക്കായിരുന്നു. ഇവിടെ ഒരു കാര്യം പറയാനുള്ള മെയിൻ ആയിട്ട് ഇവിടെ ഇതൊന്നും പറയണമെന്നില്ല. ഫട്നാവിസ് ടെൽസ് ബാങ്ക്സ് ടു ഗീവ് ഫാമേഴ്സ് ലോൺസ് വിത്തൗട്ട് സിബിൽ സ്കോർ എന്നൊരു ന്യൂസ് കാണാം. ഫട്നാവിസ്, ഹു ഇസ് ഫട്നാവിസ്? ദേവേന്ദ്ര ഫട്നാവിസ്. ദേവേന്ദ്ര ഫട്നാവിസ് ആരാണ്? മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആണ് ദേവേന്ദ്ര ഫട്നാവിസ്. ദേവേന്ദ്ര ഫട്നാവിസ്. അപ്പം SLBC എന്ന് പറയുന്ന സംഭവമുണ്ട്. SLBC അത് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. SLBC സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറയും. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി, അതായത് ഒരു സ്റ്റേറ്റിലെ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഒക്കെ SLBC ആണ്. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയാണ് SLBC, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി. ഇപ്പൊ കേരളത്തിലെ ലീഡ് ബാങ്ക് സ്കീമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഇന്റർവ്യൂലോ ഒരു എക്സാമിലോ ഒക്കെ ചോദിക്കാം കേരളത്തിലെ ലീഡ് ബാങ്ക് ഏതാണെന്ന്. കേരളത്തിലെ ലീഡ് ബാങ്ക് കാനറ ബാങ്കാണ്. ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കൂട്ടത്തിൽ ടോപ്പ് 5 ബാങ്കുകളിൽ ഒരെണ്ണമാണ് കാനറ ബാങ്ക്. ആ കാനറ ബാങ്കാണ് കേരളത്തിലെ ലീഡ് ബാങ്ക്. അപ്പൊ SLBC സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി. അപ്പൊ അതുപോട്ടെ ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ. മഹാരാഷ്ട്ര ഇന്ത്യയിലെ മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ് ആണ്. ഒപ്പം ഒരുപാട് ഫാമിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സ്റ്റേറ്റും കൂടെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞേക്കുന്നത് സിബിൽ സ്കോർ ഇല്ലാത്ത കർഷകർക്കും ലോൺ കൊടുക്കണം. വാട്ട് ഈസ് സിബിൽ? അതാണ് നമ്മൾ അടുത്തായിട്ട് അറിയേണ്ടത്. സിബിൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. എന്താണ്? ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അവരുടെ ജോലി എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഇൻഡിവിജ്വൽസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ മന്ത്ലി നടക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്കൊരു സ്കോർ തരും. ആ സ്കോറിന്റെ ബേസിലാണ് നമുക്ക് ലോൺസ് തരണമോ തരണ്ടേ എന്ന് ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഡിസൈഡ് ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ മേടിക്കാൻ പോയാൽ തന്നെ നോ കോസ്റ്റ് EMI ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് സിബിൽ സ്കോർ ഉണ്ടല്ലേ കിട്ടുള്ളൂ. അപ്പൊ സിബിൽ സ്കോർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇങ്ങേറ്റത്ത് നിങ്ങൾക്ക് ഇവിടെ 2 പേരെ ഫോട്ടോ കാണാം. ഇത് ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണറാണ്. ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ്. ആ പേര് പഠിച്ചു വെച്ചാൽ ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണറിന്റെ. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്ക് അറിയാം രേഖ ഗുപ്തയാണ്. രേഖ ഗുപ്ത. പിന്നെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. അതൊരു സ്കാം ആണ്. ഗുജറാത്തിൽ നടന്ന കറപ്ഷൻ. MGNREGS അല്ലെങ്കിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്താണെന്ന് അറിയാലോ? ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പേര് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് വന്നത്. അഷ്വർഡ് 100 days ജോബ്സ് ഫോർ റൂറൽ പീപ്പിൾ. 100 ദിവസം ജോബ് കൊടുക്കും അഷ്വർഡ് ആയിട്ട് അതില് സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക്. അതാണ്. പിന്നെ നിങ്ങൾ താഴെ മമതാ ബാനർജിയുടെ ഒരു ഫോട്ടോ കാണാം. മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ പേജില്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഹൈദരാബാദിൽ നടന്ന ഫയർ ആക്സിഡന്റ് ഇന്നലെ പറഞ്ഞാണ്. അതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹിന്ദുവിൽ ഒരു എഡിറ്റോറിയൽ. അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ സാധാരണ ഈ കാലവർഷം അല്ലെങ്കിൽ മൺസൂൺ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കേരളത്തിലാണ് പൊതുവെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം ബംഗളൂരുവിലൊക്കെ ഭയങ്കര മഴയായി. ഇപ്പൊ ഇന്നലെ അവിടെ ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷൻ ആയിരുന്നാ പറയുന്നത് ബംഗളൂരുവിൽ. അതുപോലെ ഈ ഇടയ്ക്ക് ഡൽഹിയിലും ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ അതിനെ കുറിച്ചുള്ള ന്യൂസുകൾ ഇവിടെ ഉണ്ട്. പിന്നെ രേവന്ത് റെഡ്ഡിയുടെ ഒരു ഫോട്ടോ ഇവിടെ കാണാം. രേവന്ത് റെഡ്ഡി ആരാണ്? തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആണ്. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആണ് രേവന്ത് റെഡ്ഡി. പിന്നെ ഇത്ര ആണ് ഇവിടെ പറയാനുള്ളത്. ഇനി എഡിറ്റോറിയൽ പേജ്. ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് തോട്ട് പോലീസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. തോട്ട് പോലീസ് ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാല്, ഇപ്പൊ അശോക യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ അശോക യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ് അലിഖാൻ മെഹ്മൂദാബാദ് എന്ന് പറയുന്നത്. അലിഖാൻ മെഹ്മൂദാബാദ്. ആ പേരൊന്നും പഠിക്കണ്ട. പുള്ളി നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ആളോ അല്ലെങ്കിൽ ഒരു വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ഒന്നും അല്ല. പക്ഷെ പുള്ളി വാർത്തകളിൽ നിറയാൻ റീസൺ ഉണ്ട്. അതാണ് ഈ പറയാൻ പോണം. അപ്പൊ അലിഖാൻ മെഹ്മൂദാബാദ് എന്ന് പറയുന്നത് അശോക യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇട്ട 2 സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ FIRs ഫയൽ ചെയ്തേക്കാണ് ഹരിയാന പോലീസ്. അദ്ദേഹം
കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ, സ്ത്രീകളെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ, ഇന്ത്യയുടെ നാഷണൽ ഇന്റഗ്രേഷനെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആന്റി നാഷണൽ ആയിട്ടുള്ള പരാമർശങ്ങളാണ് ഇത് നടത്തിയെന്നുള്ള പേരിലാണ്. ഇതിന്റെ കാരണം BJPയുടെ ഒരു വുമൻ ലീഡർ ആണ് ഈ പറഞ്ഞ പരാതി പുള്ളിക്കെതിരെ പോലീസിൽ കൊടുക്കുന്നത്. പോലീസ് വളരെ പ്രോ ആക്റ്റീവായിട്ട് ഈ കേസ് എടുക്കുകയാണ്. അപ്പോ ഹിന്ദു ഇതില്, ഞാൻ ആ പോസ്റ്റ് ഒന്നും കണ്ടില്ല, ഹിന്ദു ഇതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ 2 സോഷ്യൽ മീഡിയ പരാമർശങ്ങളും ഒരു രീതിയിലും ദേശീയ താല്പര്യത്തിന് ഹനിക്കുന്നതോ അല്ലെങ്കിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതോ ഒന്നും അല്ലായിരുന്നു. പുള്ളി പറഞ്ഞത് ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പല ആക്രമണങ്ങളൊക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും ഈ ഇന്ത്യയുടെ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള വിഷന് വേൾഡിന് മുന്നിൽ കാണിക്കാൻ ഇന്ത്യ എടുത്ത നല്ല തീരുമാനമാണ് കേണൽ സോഫിയ ഖുറേഷിയെ ഇന്ത്യ ഈ ബ്രീഫ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് നമുക്കറിയാം. വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും ഒപ്പം വിക്രം മിശ്രയും കൂടി ചേർന്ന് അതൊരു നല്ല തീരുമാനമായിരുന്നു എന്നുള്ള കാര്യം. അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിംസ് ഇന്ത്യയിൽ പലപ്പോഴും മാർജിനലൈസ് ചെയ്യപ്പെടുന്നുണ്ട് അണ്ടർ മോഡി ഗവൺമെന്റ് എന്ന്. അത്രയാണ് അത് നടത്തിയ പരാമർശം. അതിൽ എന്തെങ്കിലും ഒരു ആന്റി നാഷണൽ പരാമർശം അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ എനിമിറ്റി വളർത്തുന്ന പരാമർശം ഉണ്ടെന്ന് എനിക്കത് വായിച്ചിട്ട് തോന്നിയില്ല. പിന്നെ രണ്ടാമതായിട്ട് പിന്നെ ഒരുപാട് നെറ്റിസൻസ്, അതായത് നെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ വാറിന് വേണ്ടിയിട്ട് ഭയങ്കര മുറവിളി കൂട്ടലായിരുന്നു. പക്ഷേ വാറ് എന്ന് പറയുന്നത് ലോകത്തിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് മാത്രമേ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ വാറ് എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് വരുന്ന രണ്ടാമത്തേന്നാണ് ഹിന്ദുവിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 പോസ്റ്റുകളിലും ഇന്ത്യയുടെ പാട്രിയോട്ടിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇതിൽ പറഞ്ഞ ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ഇതിൽ ഇല്ലായിരുന്നു. അപ്പോ ഈ ഹരിയാന പോലീസ് ഇപ്പം പെട്ടെന്ന് എടുത്തേക്കുന്ന ഈ ഒരു കേസ് എന്ന് പറയുന്നത് BJPയുടെ ഒരു ലീഡർ കൊടുത്ത കംപ്ലൈന്റ് അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്തരത്തിൽ കേസ് എടുക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. ഇറ്റ് ഈസ് ഓൾസോ അലാമിംഗ് ദാറ്റ് അറസ്റ്റ് ഹാവ് ബീൻ മേഡ് ഓൺ ചാർജസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു endangering the country's sovereignty and integrity and promoting enmity between different groups akin to the charges of sedition leveled against dissidents in the recent past. എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് പല ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ചെയ്തതിന്റെ പേരിൽ പല ആൾക്കാർക്കെതിരെ സെഡീഷൻ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം എന്നാണ്. സെഡീഷൻ അത് ഇന്ത്യൻ പീനൽ കോഡിൽ സെഡീഷനെ ഡീൽ ചെയ്യാൻ ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് ഇല്ല. ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് പകരം BNS ആണ്, ഭാരതീയ ന്യായ സംഹിതയാണ്. ഇന്ത്യൻ പീനൽ കോഡ് ഉള്ള സമയത്ത് എനിക്ക് സെക്ഷൻ 124A അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, അത് നോക്കിക്കൊള്ളാം. സെക്ഷൻ 124A അല്ലെങ്കിൽ 129A അങ്ങനെ എന്തോ ഒരു സെക്ഷൻ ആയിരുന്നു. അത് വെച്ചായിരുന്നു ഈ പറഞ്ഞ സെഡീഷൻ എന്ന് പറഞ്ഞാൽ. അത് ബ്രിട്ടീഷുകാർ പണ്ട് ഇന്ത്യയിലെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സംഭവമാണ്. കൊളോണിയൽ ലോ ആണ്. IPCയിലെ മിക്കവാറുള്ള എല്ലാ ലോസും കൊളോണിയൽ ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അപ്പം അത് ഇടയ്ക്ക് വെച്ച് സുപ്രീം കോടതി അത് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ സെക്ഷൻ ഈ പറഞ്ഞ 124 ആണെന്ന് എന്റെ ഓർമ്മ, സെഡീഷൻ ചാർജ് IPCയില് അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഒരു ഡയറക്റ്റീവ് ഇറക്കിയായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലുള്ള ചാർജസ് ആണ് ഈ പറഞ്ഞ സെക്ഷൻ അണ്ടറിൽ ആൾക്കാർക്കെതിരെ ചുമത്തിക്കൊണ്ട്. അതിന് സമാനമായ സെക്ഷൻസ് ആണ് ഈ അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറിന് അഗേൻസ്റ്റ് ആയിട്ട് ചുമത്തിയിരിക്കുന്നതെന്ന്. ഇത് ഫ്രീഡം ഓഫ് സ്പീച്ചിനും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഒക്കെ അഗേൻസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലോ. ആർട്ടിക്കിൾ 19 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഈ ഫ്രീഡം ഓഫ് റൈറ്റും ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഒക്കെ. അതിനൊക്കെ അഗേൻസ്റ്റ് ആണെന്നും ഒപ്പം തന്നെ നമ്മൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫ്രീ തോട്ട് ഫ്രീ സ്പീച്ച് എല്ലാം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള കർബാണെന്നും ഇതിൽ എത്രയും പെട്ടെന്ന് കോടതികൾ ഇടപെട്ട് ഇപ്പൊ സുപ്രീം കോടതി ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കേസ് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഫ്രണ്ട് പേജിൽ അത് ഡിസ്കസ് ചെയ്യുന്നില്ല, അകത്തെ പേജ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പം സുപ്രീം കോടതി ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് കേട്ട് ഇതിൽ പുള്ളിക്ക് എത്രയും പെട്ടെന്ന് റിലീഫ് കൊടുക്കണം എന്നാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇത് 2 എഡിറ്റോറിയൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന എഡിറ്റോറിയലാണ്. രണ്ടാമത്തത് ഓൾഡ് ആൻഡ് അൺസേഫ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അത് ഇന്ത്യയിലെ എല്ലാ വലിയ സിറ്റികളിലും ഒരു ഓൾഡ് സിറ്റി കാണും. ഇപ്പൊ ഹൈദരാബാദ് എടുത്താലും അല്ലെങ്കിൽ ഡൽഹി എടുത്താലും ഒക്കെ ഒരു ഓൾഡ് സിറ്റി എന്ന് പറയുന്ന സംഭവം അവിടെ കാണും. ഈ ഓൾഡ് സിറ്റികൾ പലതും ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഇത് പലതും പഴയ കാലഘട്ടത്തിൽ കൺസ്ട്രക്ട് ചെയ്തതായതുകൊണ്ട് വേണ്ട സേഫ്റ്റി നോംസും കാര്യങ്ങളൊന്നും, ഫയർ സേഫ്റ്റി നോംസ് എസ്പെഷ്യലി കാണത്തില്ല.
പിന്നെ പലതും ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. പക്ഷേ ഈ ഹൈദരാബാദിൽ ഇപ്പോൾ ഈ ഒരു ആക്സിഡന്റ് നടന്ന അല്ലെങ്കിൽ ഫയർ ആക്സിഡന്റ് നടന്ന ആ ഒരു സ്ഥലത്തേക്ക് നല്ല വൈഡർ റോഡ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതല്ല പല സിറ്റികളിലെയും കേസ് എന്ന് പറയുന്നു. അപ്പൊ ഇത് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്നും ഇത്തരം ബിൽഡിങ്ങുകളിൽ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്നൊരു ഫയർ ഉണ്ടായാൽ ഈ ഫയർ ആളിപ്പടത്. ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ കാര്യം സംഭവിച്ചെന്താണെന്ന് അറിയാമോ? ഫയർ എക്സിറ്റ് ഇല്ല, ഒറ്റ സ്റ്റെയറേ ഉള്ളൂ രക്ഷപ്പെടാൻ. അപ്പോ തീപിടുത്തം ഉണ്ടായാൽ ഈ സ്റ്റെയറിൽ കൂടെ ഈ തീയോ പുകയോ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന അവസ്ഥ വരും. അങ്ങനെയാണ് 17ഓളം പേര്, അതിൽ 8 പേര് കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുള്ള ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നടന്ന ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട്. അത് മിക്കവാറും എല്ലാം ഓൾഡ് സിറ്റിയിലായിരിക്കും ചെയ്യും, അല്ലാതെ നമ്മളുടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മെയിൻ സിറ്റിയിലായിരിക്കത്തില്ല. അവിടെ ആ ബിൽഡിങ്ങുകളിലെല്ലാം ഫയർ സേഫ്റ്റി നോംസും ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സും എല്ലാം കാണും. ഇത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതില് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കംപ്ലീറ്റ് മില്യൺസ് ഓഫ് ബിൽഡിങ്സ് ഇത്തരത്തിലുള്ള ഓൾഡ് സിറ്റികളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ മില്യൺസ് ഓഫ് ബിൽഡിങ്സിലും ഈ പറഞ്ഞ സർവേ നടത്താൻ വേണമെങ്കിൽ ഫയർ ഓഡിറ്റിംഗ് നടത്തി സർവേ നടത്തി അവിടെ കറക്ഷൻ ചെയ്യിക്കാം. പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സർസൈസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പറ്റൂല. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ ഇതിൽ എൻഗേജ് ആവണം. എന്നിട്ട് നമ്മൾ ഈ ഫയർസ് ഉണ്ടാകുമ്പം എങ്ങനെ ആണ് പെരുമാറേണ്ടെന്നുള്ള കാര്യം ഓരോ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകളിലും ജീവിക്കുന്ന ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കണം. ഒപ്പം ഈ ഫയർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ സിവിൽ സൊസൈറ്റി മെമ്പേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ സിമ്പിൾ ആണ്. ഓക്കെ. പിന്നെ എനിക്ക് സത്യത്തിൽ ഇന്നലെ രാത്രി നല്ല തലവേദനയായിരുന്നു. എനിക്ക് ഞാൻ ഒരുപാട് ലേറ്റ് ആയി ഉടനെ, അതുകൊണ്ട് എനിക്ക് ആർട്ടിക്കിൾസ് എല്ലാം വായിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ ആകെപ്പാടെ ഞാനിതിൽ വായിക്കാൻ പറ്റിയ ഒറ്റ ആർട്ടിക്കിളേ ഉള്ളൂ. അത് കോൺഗ്രസ് ലീഡർ ശശി തരൂർ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ഇന്നത്തെ ഹിന്ദുവില്. അത് നമ്മൾ ഒരു ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ പ്രതിപക്ഷവും നമ്മളുടെ ഭരണപക്ഷവും, അതായത് റൂളിംഗ് പാർട്ടീസും ഓപ്പോസിഷൻ പാർട്ടീസും എങ്ങനെ പെരുമാറണം, എങ്ങനെയായിരിക്കണം നമ്മളുടെ ഇടപെടലുകൾ എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. പഴയകാല ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചുകൊണ്ട് പണ്ട് ഇന്ത്യയിൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വാജ്പേയി ഇന്ത്യയുടെ ഭാഗം പറയാൻ വേണ്ടി വാജ്പേയി, പഴയ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വാജ്പേയി, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ അല്ലാതിരുന്ന സമയത്ത്, അദ്ദേഹം ഒപ്പോസിഷൻ ലീഡർ ആയിരുന്ന സമയത്ത് കോൺഗ്രസിന്റെ തന്നെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരസിംഹറാവു ഒക്കെ UN വിട്ട കാര്യമൊക്കെ ഇത് പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് എല്ലാ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷെ ഇപ്പോ ഇപ്പൊ അങ്ങനെ അല്ലെന്നല്ല അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പക്ഷേ ചില ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാവുന്നു ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത്. അതിൽ അദ്ദേഹം ഒരു ഒപ്പോസിഷൻ പാർട്ടിയോ റൂളിംഗ് പാർട്ടിയോ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഓരോരുത്തരെയും പേരെടുത്ത്. അദ്ദേഹം പറയുന്ന ഒപ്പോസിഷൻ ആണെങ്കിലും റൂളിംഗ് പാർട്ടീസ് ആണെങ്കിലും ഒരു സിംഗിൾ വോയിസ് വേണം വേൾഡിന് മുന്നിലേക്ക് വിടാൻ. അതായത് ഒരു സിംഗിൾ വോയിസ്. നമ്മൾ യുണൈറ്റഡ് ആണ്, നമ്മൾ കൊഹസീവ് ആണ്, നമ്മൾ പ്ലൂറലിസ്റ്റിക് ആണ്, നമ്മൾ എല്ലാവരുടെയും വോയിസ് ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. വി ഡു നോട്ട് സപ്പോർട്ട് എനി കൈൻഡ് ഓഫ് ടെററിസം. അപ്പം അത് ലോകത്തിന് മുന്നിൽ കാണിക്കുക. ഒപ്പം പാകിസ്ഥാൻ പോലൊരു രാജ്യം അവര് ഈ ഓപ്പൺ സപ്പോർട്ട്, ടെററിസത്തിന് കൊടുക്കുന്ന ഓപ്പൺ സപ്പോർട്ടിനെ വേൾഡിന് മുന്നിൽ എക്സ്പോസ് ചെയ്യുക. ഫോർ ദാറ്റ് പർപ്പസ് ഇന്ത്യൻ lawmakers, irrespective of their party affiliations, should stand united and spell out our country's views before the world in a unanimous voice. അതാണ് ശശി തരൂരിന്റെ ഈ ആർട്ടിക്കിളിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അല്ല അതിനപ്പുറം ഒന്നുമില്ല. അത് വായിച്ച എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. തരൂരിന്റെ ഡിഫിക്കൽട്ട് ലാംഗ്വേജിലൊന്നും അല്ല അദ്ദേഹം എഴുതിയേക്കുന്നത്. ബാക്കി ഒരു ആർട്ടിക്കിളും എനിക്ക് വായിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ സ്വന്തമായിട്ട് അത് വായിച്ചോളണം. ഒരു ആർട്ടിക്കിൾ ഗെറ്റിംഗ് ദ മൈക്രോ പിക്ചർ എടുത്ത പഞ്ചായത്ത് ലെവലിൽ നിന്നാണ്. അത് എന്തോ ഒരു ഇൻഡെക്സ് പുതുതായിട്ട് വന്നതിനെ കുറിച്ചാണ്. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് ലെവൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ ഇൻഡെക്സിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചാണെന്നാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിച്ചില്ല. പിന്നെ കോമ്പാറ്റിംഗ് ഒബീസിറ്റി അമംഗ് അഡോളസൻസ് എന്ന് പറയുന്ന സംഭവം, കുട്ടികളിലെ പൊണ്ണത്തടിയെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യസ് റിലേഷൻഷിപ്പ് വിത്ത് ടർക്കി ആൻഡ് അസർബൈജാൻ. അത് വായിക്കാൻ നല്ലതായിരിക്കും. കാര്യം ഇപ്പൊ ടർക്കിയും അസർബൈജാനും ഓപ്പൺ ആയിട്ട് പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്ത 2 രാജ്യങ്ങളാണ്. അതിന്റെ പേരിൽ 2 രാജ്യങ്ങളെയും നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യക്ക് ടർക്കിയുമായിട്ടും അസർബൈജാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള. അപ്പൊ ടർക്കിയുടെ ക്യാപിറ്റൽ അങ്കാറയാണ്. ടർക്കിയുടെ ക്യാപിറ്റൽ ഏതാണ്? അങ്കാറ. ടർക്കിയുടെ പ്രസിഡന്റ് ആണ് റെസെപ് തായിപ്പ് എർദോഗാൻ. റെസെപ് തായിപ്പ് എർദോഗാൻ. ഇനി അസർബൈജാന്റെ ക്യാപിറ്റൽ ബാക്കു ആണ്. അസർബൈജാന്റെ ക്യാപിറ്റൽ ഏതാണ്? ബാക്കു. ഇത് രണ്ടും ഒരുപാട് മലയാളികൾ ഉൾപ്പെടെ ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന 2
ഭംഗിയുള്ള രാജ്യങ്ങളാണ്. ഓക്കെ, ഇനി ദ ഓൺ ഗോയിങ് ഓയിൽ പ്രൈസ് ടെൻഷൻസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഞാൻ നോക്കിയില്ല, നോക്കിക്കൊള്ളാം നിങ്ങൾ. മറ്റു ന്യൂസുകൾ മാത്രമേ എനിക്ക് നോക്കാൻ ടൈം കിട്ടിയുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അശോക അവാർഡ്സ് യൂണിവേഴ്സിറ്റിയിലെ ഇപ്പൊ ഒരു പ്രൊഫസർ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള എഡിറ്റോറിയൽ പറഞ്ഞില്ലേ, അത് ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അഭിപ്രായങ്ങളൊക്കെയാണ്. പിന്നെ ഒഡീഷ ടു ഇന്റൻസിഫൈ ഇല്ലീഗൽ ബംഗ്ലാദേശീസ് ഐഡന്റിഫൈ ഇല്ലീഗൽ ബംഗ്ലാദേശി ഇൻ സ്റ്റേറ്റ് ഡിസെൻഗേജ് ദം ഫ്രം ജോബ്സ് എന്ന് പറയുന്ന സംഭവം. ബംഗ്ലാദേശിൽ ഒഡീഷയിൽ ഇല്ലീഗലി താമസിക്കുന്ന ബംഗ്ലാദേശികളെ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ന്യൂസ്. അത് നമുക്ക് ആവശ്യമില്ല. പിന്നീട് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? മോഹൻ മജി സ്പെല്ലിംഗ് എങ്ങനെയാണ് തോന്നുന്നു. പിന്നെ താഴോട്ട് വരുമ്പം നോ അഡ്വാൻസ് നോട്ടീസ് ഫ്രം ഇന്ത്യ ഓൺ ക്ലോഷർ ഓഫ് ലാൻഡ് പോർട്ട്സ് ഫോർ അവർ എക്സ്പോർട്ട്സ്. ബംഗ്ലാദേശ് ഒഫീഷ്യലി ഒന്ന് പഠിച്ചു വെച്ചാണ്. ഇന്ത്യയിലെ ലാൻഡ് പോർട്ടുകൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ഗാർമെന്റ്സ്, ബംഗ്ലാദേശിൽ നിന്നുള്ള മറ്റു ചില പ്രോഡക്ട്സ്, ഇതൊക്കെ കൊണ്ടുവരുന്നതിന് അതുവഴി കൊണ്ടുവരാൻ പറ്റൂലെന്ന് ഇന്ത്യ ഒരു ഡിസിഷൻ എടുത്തു. അത് ബംഗ്ലാദേശി ഇടയ്ക്ക് ഇന്ത്യ എന്നുള്ള യാണിന് ഇതുപോലെ ബംഗ്ലാദേശിന്റെ ലാൻഡ് പോർട്ടുകൾ വഴി കൊണ്ടുപോകാൻ പറ്റൂലെന്ന് ഒരു തീരുമാനമെടുക്കുകയും ഇന്ത്യൻ ട്രക്കുകൾക്ക് ബംഗ്ലാദേശ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ഏർപ്പെടുത്തുകയും. അതിൽ റീറ്റാലിയേറ്റ് ചെയ്തതാണ്. ഇന്ത്യയുടെ ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഗാർമെന്റ് ആണ്. അപ്പൊ അത് ഇന്ത്യ ഇങ്ങനെ തീരുമാനം എടുക്കുന്ന ബംഗ്ലാദേശിന് നല്ല അടി കിട്ടും. അപ്പൊ അത് അവർക്ക് ഭയങ്കര ദോഷമാണ്. അപ്പം ഇന്ത്യയുടെ ലാൻഡ് പോർട്ടുകൾ വഴി ബംഗ്ലാദേശിന്റെ ഗാർമെന്റുകൾ കൊണ്ടുപോകാൻ പാടില്ലെന്ന ഡിസിഷൻ എടുത്തേക്കാം. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾ ചോദിക്കാം, ഏത് രാജ്യത്തിന്റെ എക്സ്പോർട്ട് ത്രൂ ഇന്ത്യൻ ലാൻഡ് പോർട്ടുകളാണ് ഈ ഇടയ്ക്ക് ഇന്ത്യ ബാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിന്റെ താൽക്കാലികമായിട്ടുള്ള റൂളർ ആരാണ്? മുഹമ്മദ് യൂനുസ്. പിന്നെ OCA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. OCA എന്താണ്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ഇന്ത്യക്കാരനാണ്, ഞാൻ നാളെ അമേരിക്കയിൽ പോയി എനിക്ക് അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വി ഹാവ് ഓൺലി സിംഗിൾ സിറ്റിസൺഷിപ്പ്, നോട്ട് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. സോ we should ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ ടെർമിനേറ്റ് അവർ സിറ്റിസൺഷിപ്പ്, ഓർ നമ്മൾ അത് റിനൗൺസ് ചെയ്യണം വോളണ്ടറിലി, ഏതെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലാതാവും. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺ അല്ലാതാവുമ്പം ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പിന് ഇക്വലന്റ് ആയിട്ടുള്ള കാർഡ് ഗവൺമെന്റ് തരും. അതാണ് OCA കാർഡ്. ഈ OCA കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും താമസിക്കാൻ, ഇവിടെ ബിസിനസ് നടത്താനൊക്കെ പറ്റും. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ്. പിന്നെ വീരസ്വാമി ജഡ്ജ്മെന്റ് മസ്റ്റ് ബി റീവിസിറ്റഡ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ ആണ്. അപ്പൊ വീരസ്വാമി ജഡ്ജ്മെന്റ് എന്നൊരു സംഭവമുണ്ട്. വീരസ്വാമി ജഡ്ജ്മെന്റ്. അത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഇന്ത്യയിലെ ജഡ്ജിമാർക്ക് ഒരു പരിധിക്കപ്പുറം ആപ്ലിക്കബിൾ അല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച ജഡ്ജ്മെന്റ് ആണ് വീരസ്വാമി ജഡ്ജ്മെന്റ്. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഇന്ത്യയിലെ ഹയർ കോർട്ടുകളിലെ, സുപ്രീം കോടതിയിലെ, ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധി കൊണ്ടുവരാൻ പറ്റൂല എന്ന് സുപ്രീം കോടതി വിധിച്ച ജഡ്ജ്മെന്റ് ആണ് വീരസ്വാമി ജഡ്ജ്മെന്റ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത പേജ് ഇപ്പോൾ ഫുൾ പൊളിറ്റിക്സ് ആണ്. അവിടെ അങ്ങനെ വലിയ രാഹുൽ ക്വസ്റ്റ്യൻസ്, ജയശങ്കർ സൈലൻസ്, അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയമാണ്. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചുള്ള ന്യൂസ്, ശരത് പവാറിനെ കുറിച്ചുള്ള ന്യൂസ്, ഗോൾഡൻ ടെമ്പിൾ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. ഗോൾഡൻ ടെമ്പിൾ എന്താണെന്ന് അറിയാമല്ലോ? ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുദ്വാര, സിഖുകാരുടെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രം. ആ ഗോൾഡൻ ടെമ്പിൾ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. അത് പക്ഷേ സക്സസ്ഫുള്ളി ഇന്ത്യ തോർട്ട് ചെയ്തു. അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് നടന്നില്ലല്ലോ. പാകിസ്ഥാന്റെ ഒരു മിസൈൽ ഇന്ത്യയിൽ പതിച്ചതേ ഇല്ല. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത് എല്ലാം പ്രതിരോധിച്ചിരുന്നു. പിന്നെ ഷഹീൻ എന്ന് പറയുന്ന മിസൈൽ ഏത് രാജ്യത്തിനാണെന്ന് അറിഞ്ഞാൽ പാകിസ്ഥാനാണ്. ഷഹീൻ, നമുക്ക് ആകാശം ബ്രഹ്മോത്സവം ഒക്കെ ഉള്ളതുപോലെ പാകിസ്ഥാന്റെ ഒരു മിസൈലാണ് ഷഹീൻ. അതിനെ കുറിച്ച് ഒരു ന്യൂസ് ഇതിലുള്ളതുകൊണ്ട് പറഞ്ഞാണ്. ഇനി അടുത്ത ന്യൂസ് പേജിലേക്ക് പോകുമ്പോൾ വീണ്ടും കോവിഡ് ചെറുതായിട്ട് വരുന്നുണ്ട്. സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും ഒക്കെ. അത് ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ അതിനെ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കുകയാണ്. സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും കോവിഡ് വീണ്ടും വരുന്നു. അത് പോട്ടെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. OROP എന്താണ്? 1 റാങ്ക് 1 പെൻഷൻ. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? OROP 1 റാങ്ക് 1 പെൻഷൻ ഇന്ത്യൻ പട്ടാളത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ എയർഫോഴ്സിനും നേവിക്കും ആർമിക്കും മാത്രം. അല്ലാതെ പാരാമിലിറ്ററി ഫോഴ്സസ്, CRPF അങ്ങനെയൊക്കെയുള്ള പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. ദേ ഹാവ് നോ OROP 1 റാങ്ക് 1 പെൻഷൻ. India's tri services means
Army, Air Force and Navy personnel are getting the benefit of war beyond rank on pension. Allahabad High Court upholds order to survey Sambhal Mosque. Sambhal Mosque എന്ന് പറയുന്നത് ഒരു 16th century മോസ്ക് ആണ്. 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ മോസ്ക് ആണ്. ബാബർ ആണ് ഉണ്ടാക്കിയത്. അത് ഹരിഹർ എന്ന് പറയുന്ന ടെമ്പിളിനെ ഡിമോളിഷ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ സർവേ നടത്തണം എന്നൊരു ആവശ്യം അവിടുത്തെ ഹിന്ദുസ് ആവശ്യപ്പെടുകയും അത് അവിടുത്തെ ലോക്കൽ കോർട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനെതിരെ ആ പള്ളി അപ്പീൽ പോയി. അലഹബാദ് ഹൈക്കോർട്ടാണല്ലോ ഉത്തർപ്രദേശിന്റെ ഹൈക്കോർട്ട്. അലഹബാദ് ഹൈക്കോർട്ട് പക്ഷേ ആ സർവേ അപ്ഹോൾഡ് ചെയ്തേക്കാണ്. ഇത് സുപ്രീം കോടതിയാണ് ഫൈനൽ അതോറിറ്റി. അവിടെയും ഇവർ അപ്പീൽ പോകുമല്ലോ. അപ്പൊ എന്തായാലും സമ്പൽ മോസ്ക് ബാബർ ഉണ്ടാക്കിയതാണ്. അത് 16th century ഉണ്ടാക്കിയതാണ്. ഉത്തർപ്രദേശിലെ സംഭലിലാണ്. പിന്നെ MGNREGS ഞാൻ ഇത്തിരി മുമ്പേ പറഞ്ഞല്ലോ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റാസ് ഒക്കെയാണ്. അതിൽ എത്ര പേര് എൻറോൾ ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, അതിനെ കുറിച്ചുള്ളത്. അത് വേണമെങ്കിൽ വായിച്ചോളുക. ഞാൻ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബിസിനസ് പേജിൽ AGRമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിനെ കുറിച്ചാണ് പറയുന്നത് സുപ്രീം കോടതി. AGR എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എന്നാണ്. അതിന്റെ ആവശ്യം നിങ്ങൾക്ക് വലുതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ത്യയിലെ ടെലികോം കമ്പനീസ് thousands of crores ഗവൺമെന്റിന് കൊടുക്കാറുണ്ട്. എയർടെല്ലും വോഡാഫോൺ ഐഡിയയും എല്ലാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സുപ്രീം കോടതിയിൽ കേസുണ്ട്. ആ പൈസ എങ്ങനെയെങ്കിലും കുറെയെങ്കിലും കൊടുക്കാതിരിക്കാനാണ് ഈ കമ്പനികൾ നോക്കുന്നത്. 40,000 കോടി കൊണ്ട് എനിക്ക് ഒന്ന് എയർടെൽ വോഡാഫോൺ തന്നെ കൊടുക്കാറുണ്ട്. അത്രയും വലിയ എമൗണ്ട് ആണ്. പക്ഷേ സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് അവർക്ക് ഒരു റിലീഫും കിട്ടിയില്ല. AGR എപ്പോഴും പത്രത്തിൽ വരുന്ന ഒരു സംഭവമായിട്ട് ഞാൻ പറഞ്ഞുള്ള അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടെലികോം സെക്ടർ. പിന്നെ സെബി ആയിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. സെബി എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ ആണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ ആണ്. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ്. പിന്നെ AIFന്റെ എക്സ്പാൻഷൻ എടുത്ത് പഠിച്ചു വെച്ചേക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്. AIF എന്താണ്? ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്. RBI ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ എയർപോർട്ട് ഓപ്പറേഷൻസിൽ നിന്ന് നമ്മള് ഇന്ത്യ തടഞ്ഞ ടർക്കിഷ് കമ്പനിയുടെ പേരെന്നാണ് സെലിബി. ഇന്ത്യയിലെ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയാണ് സെലിബി. ടർക്കിഷ് ആണ്. അതുകൊണ്ട് ഇന്ത്യ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു അവരെ. പിന്നെ ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി മൂഡീസ് അമേരിക്കയുടെ റേറ്റിംഗ് കുറച്ചു എന്നൊരു ന്യൂസ് ഉണ്ട്. മൂഡീസ് ഈസ് എ ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ആക്ച്വലി ഇറ്റ് ഈസ് ആൻ അമേരിക്ക ബേസ്ഡ് ഫേം, ബട്ട് സ്റ്റിൽ ദേ റെഡ്യൂസ് ദ റേറ്റിംഗ് ഓഫ് US. അതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. പിന്നെ NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ്സ് ലിമിറ്റഡ്, NSDL. അത് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടൊരു കമ്പനിയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ ഗാസ വാറും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനിൽ ഞാൻ ഇന്നലെ പോർച്ചുഗലിലും പോളണ്ടിലും റുമേനിയയിലും ഇലക്ഷൻ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അതില് റുമേനിയയില് മിക്കവാറും നിക്കസർ ഡാൻ എന്ന് പറയുന്ന ആൾ അവിടെ പ്രസിഡന്റ് ആവാൻ സാധ്യതയുണ്ട്. റുമേനിയയുടെ ക്യാപിറ്റൽ ആണെന്ന് പഠിച്ചു വെച്ചാൽ ബുക്കാറസ്റ്റ് ആണ്. റുമേനിയയുടെ ക്യാപിറ്റൽ ബുക്കാറസ്റ്റ് ആണ്, BUCHAREST. പോളണ്ടിന്റെ ക്യാപിറ്റൽ വാഴ്സ ആണ്. പോളണ്ടിന്റെ ക്യാപിറ്റൽ ഏതാണ്? വാഴ്സ. പോർച്ചുഗലിന്റെ ക്യാപിറ്റൽ ഏതാണ്? ലിസ്ബൺ ആണ്. അപ്പൊ ഈ ഇതില് പോളണ്ടിൽ ഇലക്ഷൻ കഴിഞ്ഞില്ല, അവിടെ റൗണ്ട് 1 കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. പോർച്ചുഗലിലെ പ്രൈം മിനിസ്റ്റർ അവിടെ വീണ്ടും ജയിച്ചു. പോർച്ചുഗലിലെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ലൂയിസ് മോണ്ടിനെഗ്രോ ആണ്. പോർച്ചുഗലിന്റെ പ്രൈം മിനിസ്റ്റർ. പിന്നെ ഇന്നലെ യൂറോപ്യൻ യൂണിയനും UK-യുമായിട്ടൊരു മീറ്റിംഗ് നടക്കാൻ പറഞ്ഞല്ലോ. UK-യുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമറിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇന്നലെ ലണ്ടനിൽ വെച്ചാണ് മീറ്റിംഗ് നടന്നത്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷനുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്. ബെൽജിയത്തിന്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. യൂറോപ്യൻ യൂണിയന്റെ ഹെഡിന്റെ പേര് ഉർസുല വോണ്ടർ ലയൻ എന്നാണ്. യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് അവരാണ്, ഉർസുല വോൺ ഡെർ. ഇത് ഒറ്റ പേരാണ് കേട്ടോ, ഞാൻ 3 ഇതായിട്ട് എഴുതിയേക്കുന്നേ ഉള്ളൂ. ഉർസുല വോണ്ടർ ലയൻ ഒരു ഫീമെയിൽ ആണ്. പിന്നെ സിരി എ കുറിച്ചൊരു വലിയ ന്യൂസ് ഉണ്ട്. സിരി എ എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ ഫുട്ബോൾ ലീഗിന്റെ പേരാണ് സിരി എ. ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗിന്റെ പേരാണ് സിരി എ. പിന്നെ അതിന്റെ അടുത്ത പേജ് ഫുള്ള് IPL ആണ്, നമുക്ക് വേണ്ട. അതിന്റെ അടുത്ത പേജില്
ലോകത്തിലെ നമ്പർ 1 ഗോൾഫ് പ്ലെയറിന്റെ പേരുണ്ട്. വേൾഡ് നമ്പർ 1 ഗോൾഫ് പ്ലെയർ ആയിരുന്നു പഠിച്ചത്. അത് ഇടയ്ക്കിടയ്ക്ക് മാറും, അതുകൊണ്ട് പഠിച്ചിട്ടും ചിലപ്പോൾ പെട്ടെന്ന് മാറും. സ്കോട്ടി ഷെഫ്ലർ ലോകത്തിലെ ഏറ്റവും വലിയ വേൾഡ്സ് നമ്പർ 1 ഗോൾഫ് പ്ലെയർ ആണ്. പിന്നെ ബാലൻ ദിയോറിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ബാലൻ ദിയോർ എന്താണ്? ഫുട്ബോളിലെ ഏറ്റവും വലിയ അവാർഡുകളിൽ ഒരെണ്ണമാണ്. ഏറ്റവും ബെസ്റ്റ് പ്ലെയറിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് ബാലൻ ദിയോർ. പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. ഓക്കെ, താങ്ക് യു.